നല്ല തേങ്ങയും കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത തലക്കറിയിൽ കുറച്ച് കപ്പ ഇട്ടിട്ട് ആ മുള്ളിൻ്റെ ഇടയിൽ നിന്ന് ഒരു പീസ് എടുത്ത് കപ്പയും കൂട്ടി വായിലോട്ട് വെക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ചൂരത്തല വെച്ചിട്ടുള്ള ഒരു തലക്കറിയാണ്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളൊരു കറി വയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നേരിട്ട് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 3 ചൂരത്തലയാണ്. വലിയ തലയൊന്നുമല്ല, ഒരു ഇടത്തരം തലകളാണ്. അപ്പോൾ ചൂരത്തല നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പൂവൊക്കെ എടുത്ത് കളഞ്ഞു. ഇതാ ഇങ്ങനെ നല്ല വൃത്തിയാക്കി വെച്ചാൽ, പക്ഷേ ചൂര ആയതുകൊണ്ട് ഇതാ ബ്ലഡ് എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും ഇത്. അപ്പോൾ നമുക്കത് കഴുകിയെടുക്കണം. അങ്ങനെ ഒരു വെള്ളം ഒഴിച്ച് കഴുകി, ഇനി അടുത്ത രണ്ടാമതൊന്നും കൂടെ കഴുകി, ഒരു 4-5 പ്രാവശ്യം അല്ലാതെ തന്നെ കഴുകി വെച്ചിരുന്ന സാധനമാണിത്. ഇനി നമുക്ക് കഴുകിയതാണ്, ഇനി ഇത് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചേക്കാം. അപ്പോൾ തീ നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാചകം ചെയ്യാനുള്ള പാത്രം അടുപ്പിലേക്ക് ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു, അതിനുശേഷം എണ്ണ ചൂടായി നോക്കാം. എണ്ണ ചൂടായി, അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇങ്ങനെ തട്ടിയിട്ട്, ഇനി ഒരു അല്പം ഉലുവ, മുളക് പൊടി ഇട്ടേക്കാണ്. മുളക് പൊടി ചൂടായി, അടുത്ത മല്ലിപ്പൊടി നമ്മളിട്ടു. അപ്പോൾ നമ്മളിതാ അരച്ച് വെച്ച തേങ്ങയാണ്, ഇതിനകത്ത് മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ അരപ്പെന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മളിതാ അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടു, പിന്നെ ഉലുവ ഇട്ടു, അത് വറുത്തെടുത്ത്. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ തേങ്ങ, അതായത് തേങ്ങ അരച്ചിരിക്കുന്നത് മഞ്ഞളിട്ടാണ് അരച്ചിരിക്കുന്നത്. 2 സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നു. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ നല്ലപോലെ കലങ്ങി വരാൻ വേണ്ടി അതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗ്രേവി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കണം. അതിലേക്ക് 2ആയിട്ട് കീറിയ നല്ല ഉണ്ടമുളക് നമ്മൾ ഇതിലിട്ട് ഒരു 3-4 ഉണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്ത്. ഇനി കുറച്ച് കറിവേപ്പില, അതെന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രേവി ഇങ്ങനെ ചെറിയ ചൂടുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇനി എന്തോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പുളി, കുടംപുളി അല്ലെങ്കിൽ പിണംപുളി എന്നൊക്കെ പറയുന്ന പുളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് നമ്മുടെ മീൻതല പതുക്കെ ഓരോന്നായി ഇങ്ങനെ പറക്കി ഇതിനകത്ത് വെക്കണം. തിരിച്ചും കൂടെ ആദ്യം തന്നെ വെച്ചേക്കാം. അങ്ങനെ 3 തലയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 തലയെടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ചൂരത്തലയാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് വേവാൻ 1/2 മണിക്കൂറിലധികം എടുക്കും വേവാൻ. തല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇതിനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. 1/2 മണിക്കൂർ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പായി കിട്ടും. മൂടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മീൻതല ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഇത് എല്ലാവരും പറയും കേരളത്തിൽ മല്ലിയില നട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ പാടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഗുണമില്ല, ടേസ്റ്റിൽ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന മല്ലിയിലയാണ്. നല്ല മണമുണ്ട്, നല്ല പൊടിക്കുകയും ചെയ്യും. അപ്പോൾ സാമ്പിളിനാണ് വെറുതെ 2 മല്ലി വാരി ഇട്ട് നോക്കിയത്. പക്ഷെ നല്ല മണമാണിതിന്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഒരു തക്കാളി, അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ നല്ല വേനലുണ്ട്, പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വാടും. പച്ചക്കറിക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിടണം. കുറച്ച് മീനൊക്കെ ഉണ്ട്, പക്ഷേ വെയിലായിട്ടാണെന്ന് തോന്നുന്നു, മുകളിലോട്ടൊന്നും കയറി വന്നിട്ടില്ലത്. കുരങ്ങിൻ്റെ ശല്യം ഇവിടെ ഇത്തിരി കൂടുതലാണ്. കുരങ്ങ് വന്നിട്ടുണ്ട്, മരത്തിലൊക്കെ കിടന്ന് ചാടുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. അത് നമ്മുടെ മീൻകറി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1/2 മണിക്കൂറെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്നുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് കുരങ്ങിനെ കൊണ്ട് പന്നിയെ കൊണ്ടാണ്. വേലിയുള്ളതുകൊണ്ട് പന്നി വരില്ല, പക്ഷേ
കുരങ്ങ് മരം വഴി ചാടി ഇതിങ്ങനെ വരും. അത് വന്നു കഴിഞ്ഞാൽ ഉള്ള സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ച് കളയാനും വാഴക്കൊലയൊക്കെ കടിച്ച് നശിപ്പിക്കാനൊക്കെ ഭയങ്കര വിരുദ്ധമുള്ള സാധനമാണ്. ഉണ്ടായിരുന്നു കുരങ്ങ്. ഇതാ പ്ലാവിലൊക്കെ ഇരിപ്പുണ്ട് കുരങ്ങ്. നമ്മുടെ തലക്കറി വെന്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാൻ നല്ല മണം കിട്ടും. അപ്പോൾ നമുക്ക് എന്തിനാണ് പറയേണ്ടത്? അപ്പോൾ തലതാ നമ്മൾ ഇറക്കി കഴിക്കാനുള്ള പരുവത്തിലേക്ക് വയ്ക്കുകയാണ്. കൊടുമ്പുള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് വിളമ്പി വയ്ക്കാം. നമ്മുടെ തല 1 2 ഇതാ അപ്പോൾ നമുക്കൊരു തലയെടുത്ത് കഴിക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഉപ്പും മുളകും പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ നല്ലൊരു ചൂരത്തലക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുപോലെ ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ എത്തുന്നവരെ ഗുഡ് ബൈ.